ഇന്ന് ഒറ്റയ്ക്കുള്ളൂ, ആരുമില്ല കൂട്ടത്തിൽ. എല്ലാവരും ഇന്ന് കർക്കിടകവാവും ഒക്കെ ആയത് കാരണം എല്ലാവരും ഒക്കെ ലീവ് എടുത്തിരിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നിവിടെ. നമുക്ക് നമ്മുടെ പണി ചെയ്യാമല്ലേ. എല്ലാവരും പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ നേരത്തേക്കും ഇങ്ങനെ ഓരോരുത്തർ ഇടുന്ന പാട്ടും അങ്ങനെയൊക്കെ ഇടാണ്ട് സ്വന്തമായിട്ട് നിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പറഞ്ഞു. എൻ്റേതായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാവരുടെയും ദിവസങ്ങൾ പോകുന്ന പോലെ അങ്ങ് പോകുന്നത്. ഒന്നും ഇടാനില്ല. എന്നാലും ഇന്നെന്തെങ്കിലും കിട്ടുമോ നോക്കാം. റൂം ചെയ്യാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ ദാ നോക്കിക്കേ, മേളിൽ വെച്ചിരുന്നൊരു പിക്ചറാണ്. ആ താഴത്ത് വീണ് കിടക്കുന്നുണ്ടോ, നല്ലൊരു പെയിൻറ്റിങ് ആണ് കണ്ടോ. വെള്ളവും വീഴുന്നുണ്ട് ഇവിടെ. പറയണം. നമുക്കിത് ഈ ആണിയിൽ തൂക്കിയിടാം. ഓക്കെ. വീഡിയോ ഫോട്ടോ തലതിരിഞ്ഞ് പോയോ എന്നറിയില്ല. ദൈവമേ, നോക്കട്ടെ. പേഴ്സണി ഞാൻ വെച്ച് വരുമ്പോൾ തലതിരിഞ്ഞൊക്കെ ഇരിക്കും. വെറുതെ പറഞ്ഞല്ലേ. ഞാനൊരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഇത് കണ്ടോ, ഇത് ഇതേപോലെ താഴ്ത്തു വീണപ്പോഴേ ഞാൻ എടുത്തു വെച്ചപ്പോൾ ഈ ആൾക്കാരൊക്കെ അങ്ങ് തല തിരിഞ്ഞാൽ നിന്നേച്ച്. കാരണം പറയാൻ പറ്റില്ല, സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ഞാൻ തല തിരിച്ചൊക്കെ വയ്ക്കും. അപ്പോൾ നമുക്ക് റൂം ചെയ്യാൻ കയറാം. അതുപോലെ ഈ കീ കണ്ടോ, ഇതിൽ നമ്പറൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഓരോ റൂമിൻ്റെ. ഇത് 101. പക്ഷെ ഞാൻ എപ്പോൾ താക്കോലിട്ടാലും കയറാറില്ല. നമുക്ക് നോക്കാവേ. ഇതാന്ന് തോന്നുന്നു. ഓപ്പണായി. ഇട്ടാം ടാഗിടാം. ഓക്കെ. നമുക്ക് ഈ റൂം ഞാൻ ചെയ്ത് തുടങ്ങട്ടെ. 12 റൂംസ് ചെയ്യാനുണ്ട്. ഇപ്പം തന്നെ താമസിച്ച്, ഇന്ന് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് നല്ല കാറ്റുണ്ട്, നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമാകുമെന്നേ. അതേ കുളത്തിലൊക്കെ വെള്ളം നിറഞ്ഞ്. പക്ഷെ ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എൻ്റെ വീടിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. മഴ കാണുമ്പോഴത്തേക്കും പേടിയാണ്. അതിന് മാത്രം വെള്ളം നിൽക്കുന്നൊരു സ്ഥലമാണേ. ഇതെന്തായാലും പിന്നെ വീട്ടിലൊന്നും അകത്ത് വെള്ളം കയറിയിട്ടില്ല. മുട്ടറ്റം വരെ വെള്ളം ഉണ്ടെങ്കിലും അകത്തേക്ക് കയറിയിട്ടില്ല. അങ്ങനെയൊക്കെ കയറുന്ന ഒരുപാട് വീടുകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ മഴ കാണുമ്പോൾ പേടിയാണ്. എല്ലാവരെയും പോലെ ആസ്വദിക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഈ മഴ കാരണം ഉണ്ടായി പോകുന്നുണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യം, ഇത് ഈ ടാബ് വരുന്നത്. എപ്പോഴും റൂം അടച്ചിട്ട് പോകും, ടാബ് ഊരാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ മറന്നിട്ടില്ല, ഊരി. നമ്മളിട്ട പിക്ചറിൻ്റെ അവസ്ഥ കണ്ടോ, അത് വീണ്ടും കാറ്റ് കൊണ്ട് ഊരി. അതിനും മാത്രമുള്ള വലിയ കാറ്റാണ് ഇപ്പോൾ വീശിയത്. ഇവിടെ അങ്ങിരിക്കുക. ഞാനങ്ങരുത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമാണ് കേട്ടോ. എന്നാണ് നമ്മളൊക്കെ ഇതേപോലൊരു റൂമിൽ വന്ന് കഴിയാൻ പറ്റുകയെന്ന് അറിയത്തില്ല അല്ലേ. ഇതൊക്കെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഈ റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരിക്കലും നടക്കത്തില്ല. കർക്കിടകമായത് കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഓഫാണെന്ന്. ഞാനും എൻ്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജാണ് കേട്ടോ. ഞാൻ ഹിന്ദുവും ഹസ്ബൻഡ് ക്രിസ്ത്യനുമാണ്. വീട്ടിൽ ഇന്നലെ പോയി ദാഹമൊക്കെ വെച്ച്. അതൊക്കെ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. കുറേ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒറ്റയ്ക്കാണ്. പക്ഷെ നമ്മളെ ഏത് ജോലിയും ആസ്വദിച്ച് ചെയ്യുമെങ്കിലേ ഒരു ബോറടിയും ഉണ്ടാവത്തില്ല കേട്ടോ. ഈ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നത് കാരണം ഓരോ റൂമും ചെയ്തു പോകുന്നത് ഞാൻ അറിയുന്നില്ല. ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതൊരു ഭാഗ്യം. റൂം കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തത് തൂപ്പ്. എവിടെയാണെന്നല്ലേ, മൊത്തം തൂക്കാനുണ്ട്. അതിൽ കുറച്ച് സ്ഥലം കാണിച്ചു തരാം. അതാ നോക്കിക്കേ, ഇതൊരു റൂം സൈഡാണ്. മഴ വീണ ആകെ ഇതായിട്ട് കിടക്കേ. നമുക്കപ്പോൾ ഇതൊക്കെ തൂപ്പൊക്കെ ഒന്ന് ഒതുക്കാം. തൂത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ അംഗം തീർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ചെറിയൊരു പൊടിമഴ ഉണ്ട്. എന്തായാലും ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാമല്ലേ. എന്തായാലും ഒരു 5 മിനിറ്റ് ഇരിക്കാം. എന്നേടെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ജോലിക്ക് പോണത്, ഈ തൂപ്പും തുടപ്പമായിട്ട് നടക്കണത് എന്തിനാ, ഇത്രയും പഠിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്ത് പഠിച്ചെന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കിട്ടിയ ജോലിക്ക് ഞാൻ പോകുന്നു, അത്രയേ ഉള്ളൂ.
പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പലതവണ ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിലാണെങ്കിലും എങ്ങനെ പോയാലും ഒരു മാസം ഒരു 13,000 രൂപ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം വേണം. അപ്പോൾ എന്നാലും ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ജോലിയിലാണ് പോകുന്നത്, അദ്ദേഹത്തിനെ കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്നിട്ട് കാര്യമുണ്ട്. എനിക്ക് ആരോഗ്യമുണ്ട്, ഇപ്പോൾ അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ ജോലി ചെയ്ത് അധ്വാനിക്കുക തന്നെ ചെയ്യും. എൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അത് ഞാൻ ചെയ്യണ്ടേ? പിന്നെ കിടന്നു പോകുമ്പോഴുള്ള അവസ്ഥയിലല്ലേ, അപ്പം നോക്കാം. അതുവരെ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നതിലും നല്ലതല്ലേ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എനിക്കതിനായിട്ടൊരു വഴി കിട്ടി. അതിൽ സ്റ്റാറ്റസ് നോക്കിയിരുന്നിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെന്നും പറഞ്ഞ് ചെയ്യാതിരുന്നിട്ടോ കാര്യമില്ല, അല്ലേ? ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യും. എനിക്കങ്ങനെ ഒരു ഇഷ്ടക്കേടും ഈ ജോലിയിൽ തോന്നിയിട്ടില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആകെ മൊത്തം ഇരുണ്ട് മൂടി, ഇങ്ങനെയും മഴ പെയ്ത് എന്ത് ചെയ്യുമല്ലേ? നമുക്കൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. വീട്ടിലേക്ക് കാര്യം ഭയങ്കര കഷ്ടമാണ്. പിള്ളേരും ഒക്കെ ആയിട്ട് തുണി പോലും ഉണങ്ങി കിട്ടുന്നില്ല. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ? ഇതിലും ദാരുണമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകും. എന്നാലും എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ? നല്ലൊരു മഴ വീണ് തോർന്ന് വരുന്നുണ്ട് കേട്ടോ. അടുത്ത ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തോരട്ടെ. നല്ല മഴയായിരുന്നു. നമ്മളടിച്ച സ്ഥലമൊക്കെ കണ്ട വെള്ളമായി. അപ്പം നമുക്ക് അവർക്ക് ഒരേ കട്ടൻ തിളപ്പിച്ച് കൊടുക്കാം, അല്ലേ? പിന്നെ എന്നെപ്പോലെ ഓരോ അസുഖങ്ങളായിട്ടൊക്കെ വലയുന്ന ആൾക്കാരുണ്ടാവും, എന്നേക്കാൾ അധികം കേട്ടോ. അവരൊന്നും ഡൗണായി പോകരുത്. നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം, മാനസികമായിട്ട് ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല ബോൾഡായിട്ട് നിൽക്കാനായിട്ട് പറ്റും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളങ്ങ് ചെയ്യുക. ഇവിടം കൊണ്ടെല്ലാം തീർന്നു, ഇനി മുമ്പോട്ടൊന്നും ഇല്ല, അങ്ങനെയൊന്നും ആരും ഒന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആയുസ് തന്നിട്ടുണ്ടോ അത്രയും ദൂരം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാൻ ശ്രമിക്കുക. ടെസ്റ്റായി പോകരുത്, പോയാൽ നമ്മൾ കിടന്നു പോകും. ഓക്കെ, ഇതിനിടയിൽ ഒരു ചെറിയൊരു ഉപദേശം പറയുന്നതേ കേട്ടോ, ആർക്കും ബോറായിട്ട് തോന്നരുതേ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കെറ്റിൽ തിളപ്പിക്കാനുള്ള പറ്റത്തുള്ളൂ, എന്തായാലും തിളപ്പിച്ച് കൊടുക്കാം. പാവങ്ങളല്ലേ, വെറുതെ ഇരിക്കല്ലേ. അതായത് അവിടെ റിസപ്ഷനിൽ കുറച്ച് പേരുണ്ട് കേട്ടോ, ഞങ്ങൾ ലേഡീസ്. ഞാനും പറയരുത് അവൾ ആരും ഇല്ല ഒറ്റയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കാണ് കട്ടൻ തിളപ്പിക്കുന്നത്. റിസപ്ഷനിലുള്ളവർക്കും ഷെഫിനും വേണ്ടിയിട്ടാണ്, ലേഡീസ് സ്റ്റാഫാണ് ഇല്ലാത്ത കേട്ടോ. നമ്മളവരായിട്ടല്ലേ നിൽക്കുന്നത്. എന്തായാലും ഒരേ കട്ടൻ തിളപ്പിച്ച് കൊടുത്തിട്ട് ബാക്കി വിശേഷം പറയാം. ഈ TV അത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ടിലൊടുക്ക് പരിപാടികളാണ്, നോക്കാം. ഇല്ല എട് ഇതുണ്ടോ, ഇവിടെ ഞാനിപ്പോൾ ചായക്കിട്ട് വന്നപ്പോൾ ആകെ മൊത്തത്തിൽ വൃത്തികേടായിട്ട് ഇടയ്ക്ക്. അപ്പം നമുക്ക് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കാം. അപ്പം അതെ മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം മാത്രം ഇങ്ങോട്ട് തൊട്ടാൽ മതി. ഉച്ചക്കത്തുള്ള ഫുഡൊക്കെ പുറത്തുനിന്ന് പാഴ്സൽ മേടിക്കുക ചെയ്യണം. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ആകെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പം ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞു. പൈസ കൊടുത്തിട്ട് വരാം, മേടിച്ചിട്ട് വരും. റിസപ്ഷൻ്റെ വാതിക്കൽ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് മക്കളെ. വിശക്കുന്നുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ പണിയില്ല, മഴയത് കാരണം കട്ടിപ്പണികളൊന്നുമില്ല. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. വന്ന് കൊതി വന്ന് കഴിച്ചിട്ട് വീഡിയോ ചെയ്യാം. നമുക്കേ ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാം. എല്ലാ റൂംസിൻ്റെ വാതിക്കലും ടേബിളുണ്ട്. എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ടേബിളാണ്, എന്നാലും ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെ പട്ടങ്ങൾ പിന്നെ വേറെ വീഡിയോ ഒക്കെ ഇട്ടൊക്കെ വരാം. ഒരു കണ്ടന്റും ഇല്ലാത്ത വീഡിയോ ആണല്ലേ, എന്നാലും ഇതൊക്കെ ചെറിയൊരു ഒന്നത്തെ